മണൽ മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ 14 വർഷമായി അരയ്ക്ക് താഴേക്ക് തളർന്നു കിടപ്പാണ്. കൊല്ലം കുണ്ടറ പടപ്പക്കര സ്വദേശി ബിനു ബെനഡിക്റ്റാണ് ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കഴിയുന്നത്. സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ബോംബെയിൽ. അവിടെ 2 വട്ടം പോയി സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയായിരുന്നു. എന്നിട്ടും വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല. പിന്നെ ഫിസിയോതെറാപ്പിയിലൂടെയാണ് ഇച്ചിരി ഇങ്ങനെ ഒന്ന് കൈയൊക്കെ അനക്കാനുള്ള കാര്യങ്ങളൊക്കെ. 2011 ഡിസംബർ 24 ആ ദിവസം രാത്രിയാണ് ഈ പോലീസുകാരനായിട്ടുള്ള ബിനു ബെനഡിക്റ്റിൻ്റെ ജീവിതം മാറിമറിച്ചത്. മണൽ മാഫിയയെ പോലീസിന് ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. അന്നൊരു ക്രിസ്മസ് തലേന്നായിരുന്നു. തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്കായി പള്ളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു ബിനു. ഇരുളിന്റെ മറവിൽ നിന്ന് പാഞ്ഞെത്തിയ അക്രമികൾ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അരിശം തീരാതെ അവർ ബിനുവിനെ വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടു. ആ വീഴ്ചയ്ക്ക് ശേഷം ബിനു ഒന്ന് എഴുന്നേറ്റിട്ടില്ല, കൈകാലുകൾ ചലിപ്പിച്ചിട്ടില്ല. വഴി വെച്ച് ഇവരെ തടഞ്ഞ് വാളുമായിട്ടൊക്കെ വെട്ടുമായിരുന്നു. അവിടുന്ന് പിന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച് പോയ വഴിക്ക് ഒരു ചവിട്ടി ഒരു കുഴിയിലോട്ട് വീഴ്ത്തുമായിരുന്നു. വലിയൊരു കുഴിയായിരുന്നു. ആ കുഴി വീഴ്ചയിൽ അവിടെ കിടന്ന ആ വീഴ്ചയിലാണ് ഇത് അബദ്ധമെല്ലാം പറ്റി. വിവിധ ആശുപത്രികളിലെ ചികിത്സകൾ. പക്ഷേ ബിനുവിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആ ചികിത്സകൾ കൊണ്ടൊന്നുമായില്ല. ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് അനന്തപുരി ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ അവൈലബിൾ അല്ല എന്ന് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വെഞ്ഞാറമൂട് ഹോസ്പിറ്റലിലെത്തി. അപ്പോഴത്തേക്ക് 3 ദിവസം പോയായിരുന്നു. നമ്മുടെ ടൈം അങ്ങ് വളരെ താമസിച്ചു പോയി. പിന്നെ അവിടെ സർജറി ചെയ്ത് പിന്നീടുള്ള കാലം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളായിട്ട്. കോഴിക്കോട് AR ക്യാമ്പിൽ ജോലി നോക്കുകയായിരുന്ന ബിനു അവധിക്കായി നാട്ടിലെത്തിയതായിരുന്നു. പ്രദേശത്തെ മണൽ മാഫിയക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിരുന്ന കാലം. മണലൂറ്റുന്ന വിവരം പോലീസിന് കൈമാറിയത് ബിനുവാണെന്ന സംശയം മാഫിയയ്ക്കുണ്ടായി. അതോടെ ബിനുവിനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. പോലീസിൻ്റെ ജോലിയുള്ള റിസ്കുകളാണ് ഇതെല്ലാം. അതെത്രമാത്രം അവർ 24 hours ഡ്യൂട്ടി എത്ര റിസ്കുകൾ അവരേറ്റ്. പലപ്പോഴും പല വാർത്തകളും കാണും. പൊതുജനം കാര്യങ്ങൾ അറിയാതാണ് പോലീസിനെ കുറ്റപ്പെടുന്നത്. അവരെ ജോലിയുടെ റിസ്ക്കും ടെൻഷനും കാര്യങ്ങളും അറിയാതാണ്. ആക്രമിക്കപ്പെടുമ്പോൾ 1.5 വയസ്സായിരുന്നു ഏകമകന്റെ പ്രായം. അവന്റെ കുട്ടിക്കാലത്ത് ആശുപത്രികൾ തോറും കയറിയിറങ്ങുകയായിരുന്നു ബിനുവും ഭാര്യയും അമ്മയും. ബിനുവിനെ പരിചരിക്കാനായി ഭാര്യ അധ്യാപക ജോലി ഉപേക്ഷിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞ ബിനുവിന് ഏറ്റവും ആശ്രയമായത് പോലീസ് സേന തന്നെയാണ്. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം മുടങ്ങാതെ ബിനുവിന് ലഭിക്കുന്നുണ്ട്. എന്ത് സഹായം ആവശ്യപ്പെട്ടാലും ഒരു ഫോൺ വിളി അകലത്തിൽ സഹപ്രവർത്തകരുണ്ട്. എൻ്റെ സഹോദരങ്ങളായാലും അവരെൻ്റെ കൂടെ ഒത്തൊരുമിച്ച് തന്നെ നിൽക്കുന്നു. പോലീസ് സേനയിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പോലീസ് സേനയിൽ എൻ്റെ സുഹൃത്തുക്കളായാലും ഡിപ്പാർട്ട്മെൻറ്റായാലും ഇന്നും എന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ തള്ളിക്കളയൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ കിടപ്പായിപ്പോയി എന്ന് കരുതി മനസ്സ് വിടുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. 4 ചുവരുകൾക്കുള്ളിലാണ് ജീവിതമെങ്കിലും 8 വർഷത്തെ പോലീസ് ജീവിതം സമ്മാനിച്ച മനക്കരുത്ത് കൂട്ടിനുണ്ട്. കിടക്കയിലാണെങ്കിലും മനോധൈര്യം ഒട്ടും വിട്ടുപോയിട്ടില്ല. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സേന എപ്പോഴും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പോലീസ് സേനയിലെ സുഹൃത്തുക്കളുണ്ട്, കുടുംബമുണ്ട്. ആ ഒരു കാര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ആശംസിക്കുകയാണ്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. തളർച്ചകളൊന്നും കാര്യമാകാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ആ മനുഷ്യന് കഴിയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൊരുപാട് സന്തോഷവും തോന്നുന്നുണ്ട്. ആ മനുഷ്യൻ്റെ മുഖത്തെ ചിരി, അതായത് പടപ്പക്കര സ്വദേശികൾക്ക് പൊതുവിലുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ മനധൈര്യം, എന്തും ചെയ്യാനുള്ള ഒരു ശേഷി, എന്തിനേയും നേരിടാനുള്ള കരുത്തൊക്കെ പടപ്പക്കരക്കാർക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊല്ലം ജില്ലക്കാരിയായ ഞാൻ.